നമസ്കാരം. കാട്ടിൽ മേക്കത്തിൽ അമ്മയെക്കുറിച്ചാണ് ഈ വീഡിയോ. കാട്ടിൽ മേക്കത്തിൽ എന്നറിയപ്പെടുന്ന ഭദ്രകാളിയാണ് ഇവിടെ പ്രതിഷ്ഠ. കായലും കടലും സംഗമിക്കുന്ന പുണ്യഭൂമി. കായലിനും കടലിനും ഇടയിൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു അത്ഭുത ക്ഷേത്രമാണ് കാട്ടിൽ മേക്കത്തിൽ. പ്രകൃതി രമണീയമായ കാഴ്ചകൾ കൊണ്ട് മനം നിറയ്ക്കുന്ന ഗ്രാമപ്രദേശമാണ് പൊന്മന. പൊന്മനയെ പുണ്യഭൂമിയാക്കി തീർത്തു ഈ ക്ഷേത്രം. കൊല്ലം ജില്ലയിലെ ചവറയ്ക്കു സമീപം പൊന്മനയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പൊന്മന കൊട്ടാരക്കടവിലെ ജങ്കാർ കടന്നു വേണം ക്ഷേത്രത്തിലെത്താൻ. അമ്മയെ മനമൊരുക്കി പ്രാർത്ഥിക്കുന്നവർ ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും അമ്മയുടെ ഭക്തരുണ്ട്. ഇനി ക്ഷേത്രത്തിലെ 3 അത്ഭുതങ്ങൾ നോക്കാം. കടലിൽ നിന്നും 10 മീറ്റർ മാത്രമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. 15 വർഷങ്ങൾക്ക് മുൻപ് ഡിസംബറിൽ നമ്മളെ വിഷമിപ്പിച്ച സുനാമി ഉണ്ടായപ്പോൾ കടലിന് അടുത്ത് കിടക്കുന്ന ക്ഷേത്രത്തിന് ഒരു കേടുപാടുകളും ഉണ്ടായില്ല. അന്ന് ക്ഷേത്രത്തിൽ നടന്നത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. അലറിയടിച്ചു വന്ന രാക്ഷസ തിരമാലകൾ ക്ഷേത്രത്തെ തൊടാതെ 2ആയി പിരിഞ്ഞ് ഒഴുകിപ്പോയി. ഒരിറ്റ് ജലം പോലും ക്ഷേത്രത്തിലേക്ക് കയറിയില്ല എന്ന വാർത്ത എല്ലാവരും അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. കടലിൽ നിന്നും വെറും 10 മീറ്റർ മാത്രം അകലെയുള്ള ക്ഷേത്രത്തിൽ 5 കിണറുകളുണ്ട്. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ഈ കിണറുകളിൽ ഉപ്പ് കലരാത്ത ശുദ്ധമായ തെളിഞ്ഞ വെള്ളമാണ് ലഭിക്കുന്നത്. ശാസ്ത്രലോകത്തെ പോലും അമ്പരപ്പിക്കുന്ന ഈ പ്രതിഭാസത്തിന്റെ പിന്നിലുള്ള രഹസ്യം ഇന്നും അജ്ഞാതമാണ്. ക്ഷേത്രത്തിലെ ആലിൽ കെട്ടിയിരിക്കുന്ന മണിയുടെ മുഴക്കമാണ് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തരെ എതിരേൽക്കുന്നത്. ക്ഷേത്രത്തിൽ കൊടിയേറ്റ് നടക്കുമ്പോൾ കൊടിമരത്തിൽ നിന്നും ഒരു മണി താഴെ വീണു. പൂജാരി മണി ക്ഷേത്രത്തിലെ ആലിൽ കെട്ടി. തുടർന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് ശുഭകാര്യങ്ങൾ സംഭവിച്ചു. ഇതറിഞ്ഞ ഭക്തർ ആലിൽ മണി കെട്ടുവാൻ ആരംഭിച്ചു. അവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നതോടെ ആലിൽ മണി കെട്ടുന്നത് പ്രസിദ്ധമായി. ക്ഷേത്ര പരിസരത്ത് നിന്നും വാങ്ങിക്കുന്ന മണി കൗണ്ടറിൽ നിന്നും ഷീട്ടാക്കിയ ശേഷം ശ്രീകോവിലിൽ പൂജിച്ച് വാങ്ങണം. ഈ മണിയുമായി 7 പ്രാവശ്യം ആലിനെ പ്രദക്ഷിണം ചെയ്ത ശേഷം വേണം മണി കെട്ടുവാൻ. എന്താഗ്രഹിച്ച് മണി കെട്ടുന്നുവോ ആ ആഗ്രഹം ദേവി സാധിച്ചു തരും എന്നാണ് വിശ്വാസം. സാധാരണയായി 3, 7, 9 തവണയായി വന്നാണ് കാര്യസാധ്യത്തിന് ക്ഷേത്രത്തിൽ മണി കെട്ടാറ്. കാര്യസാധ്യത്തിന് ശേഷം ക്ഷേത്രത്തിലെത്തി ദേവിക്ക് പൊങ്കാല സമർപ്പിക്കണം. കാലം ചെല്ലും തോറും ദേവിക്ക് പൊങ്കാല ഇടുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പേരാലിൽ തൂങ്ങിക്കിടക്കുന്ന ആഗ്രഹങ്ങൾ കണ്ടാൽ തന്നെ വിശ്വാസത്തിന്റെ ശക്തി ബോധ്യമാവും. കാലപ്പഴക്കത്തിൽ ദ്രവിച്ചു വീഴുന്ന മണികൾ ഇടയ്ക്ക് മാറ്റി മുറിയിലിടുന്നതും കാണാം. ഇനി ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ചമ്പക്കുളത്ത് നിന്ന് മുതലയുടെ മുകളിലേറി ദേവി ഈ സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നാണ് വിശ്വാസം. ഇത് സാധൂകരിക്കുന്നതാണ് ഉത്സവ ദിവസം ചമ്പക്കുളത്ത് നിന്ന് കൊണ്ടുവരുന്ന കൊടിക്കൂറ. ഈ പ്രദേശത്ത് അന്ന് താമസിച്ചിരുന്ന കുടുംബത്തിന്റെ പേരായിരുന്നു കാത്തിൽ പത്തീറ്റ. അന്ന് അവർ കൊളുത്തി വച്ചിരുന്ന വിളക്ക് ദേവി വണങ്ങിയെന്നും ആ വിളക്കാണ് ഇന്നും ക്ഷേത്രത്തിൽ കെടാവിളക്കായി കാണപ്പെടുന്നത് എന്നാണ് വിശ്വാസം. മലയിൽ എന്ന കുടുംബക്കാരാണ് ഇന്നും കെടാവിളക്ക് സംരക്ഷിച്ചു പോരുന്നത്. ഇവിടെ എത്തുന്ന ഭക്തർ ഈ കെടാവിളക്ക് വണങ്ങിയതിന് ശേഷമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാറുള്ളൂ. കൂടാതെ ക്ഷേത്രത്തിലെ ഏത് പ്രധാനപ്പെട്ട ദിവസവും ആരംഭിക്കുന്നത് കെടാവിളക്കിനെ വലം വച്ചതിന് ശേഷമാണ്. ഒരിക്കൽ മാർത്താണ്ഡവർമ്മ ട്രാവൻകൂറിലേക്കുള്ള യാത്രാമധ്യേ ഇവിടെ എത്തുകയും ദേവീ സാന്നിധ്യം അനുഭവപ്പെട്ട അദ്ദേഹം ഇവിടെ ഇറങ്ങി ധ്യാനനിരതനായി. ശേഷം ഇവിടെ ഒരു ക്ഷേത്രം ഉയരുമെന്നും അദ്ദേഹം പ്രവചിച്ചു. ഈ പ്രദേശത്ത് അദ്ദേഹം ഒരു കൊട്ടാരം നിർമ്മിച്ചു. തന്മൂലം ഇവിടെ കൊട്ടാരക്കടവ് എന്നറിയപ്പെട്ടു. ഇന്നും കൊട്ടാരത്തിന്റെ ഭാഗങ്ങൾ ഇവിടെ കാണാം. ഇന്ന് അവിടെയാണ് ഹെൽത്ത് സെന്റർ പ്രവർത്തിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ എന്താണ് എന്ന് നോക്കാം. 12 വിളക്ക് ഉത്സവം. ഉത്സവം നടക്കുന്നത് വൃശ്ചിക മാസത്തിലാണ്.
വൃശ്ചികം 1 മുതൽ 12 ദിവസം വരെയാണ് 12 വിളക്ക് ഉത്സവം നടക്കുന്നത്. ഉത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശത്തു നിന്ന് വരെ ഭക്തർ എത്തിച്ചേരുന്നു. ഈ 12 ദിവസം ഭക്തർ കുടിൽ കെട്ടി ഭജനമിരിക്കുന്നത് വ്യത്യസ്ത ആചാരമാണ്. ഈ ആചാരത്തെ ഭജനം പാർക്കൽ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭജനമിരിക്കുന്നവർ ദേവിയെ 3 നേരം ദർശിക്കണം. ഭക്ഷണം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആയിരക്കണക്കിന് കുടിലുകളാണ് ഇതിനായി നിർമ്മിക്കുന്നത്. തോറ്റംപാട്ട്, വിശേഷാൽ പൂജകൾ, അന്നദാനം, തങ്ക അങ്കി ഘോഷയാത്ര, വൃശ്ചിക പൊങ്കൽ, തിരുമുടി ആറാട്ട് എന്നിവയാണ് ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നത്. ക്ഷേത്ര ദർശന സമയം വെളുപ്പിന് 5 മണി മുതൽ 11:45 വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8:30 വരെയും ദേവിയെ ദർശിക്കാൻ സാധിക്കും. ട്രെയിനിലെത്തുന്നവർ കരുനാഗപ്പള്ളിയിൽ ഇറങ്ങി ഓട്ടോ വിളിച്ച് കൊട്ടാരക്കടവിലെത്താം. ബസ്സിലെത്തുന്നവർ ചവറ പോലീസ് സ്റ്റേഷൻ സ്റ്റോപ്പിൽ ഇറങ്ങി ഓട്ടോ വിളിച്ച് 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരക്കടവിലെത്താം. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നവർ 21 കിലോമീറ്റർ ബസ്സിൽ സഞ്ചരിച്ച് ഇവിടെ എത്താം. കൊല്ലത്ത് നിന്നും കരുനാഗപ്പള്ളിയിൽ നിന്നും ലോക്കൽ KSRTC ബസ്സുകൾ ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട്. കൊല്ലം ആലപ്പുഴ ബോട്ട് സർവീസിലൂടെയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം.
അതിനകത്ത്